എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഡെയർ ടു ടോക്കിന്റെ 63ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ചില സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് തന്നെയാണ് മാസ്റ്റുർബേഷനും ഹൈറ്റുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു, മാസ്റ്റുർബേഷൻ ചെയ്യുന്ന ഇല്ലെങ്കിൽ ഒരുപാട് സ്പേം പ്രൊഡക്ഷനും കാര്യങ്ങളും ഉള്ള ഒരാൾക്ക് നല്ല ഹൈറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റു ചിലർ കുറച്ച് അധികം പേര് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, മാസ്റ്റുർബേഷൻ ചെയ്യുമ്പോൾ ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഇതിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഹൈറ്റ് ഉണ്ടാകുന്നത്, എന്തൊക്കെ ഘടകങ്ങളാണ് ഇത്തരത്തിൽ ഹൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും. മാസ്റ്റുർബേഷനും ഈ ഹൈറ്റുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളതും ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഹൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ മാക്സിമം ക്ലിയർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. മൊത്തതരം കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുന്ന ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരാൾക്ക് ഹൈറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലുകളുടെ വളർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഹൈറ്റ് ഉണ്ടാക്കി തരുന്നത്. നമ്മുടെ എല്ലുകളുടെ ടിപ്പിൽ അവിടെ ഗ്രോത്ത് പ്ലേറ്റുകളുണ്ട്, ഇല്ലെങ്കിൽ എപ്പിഫൈസിസ് പ്ലേറ്റുകൾ എന്ന് പറയാൻ പറ്റും. ഈ ഗ്രോത്ത് പ്ലേറ്റുകളിൽ സെൽ മൾട്ടിപ്ലൈ ചെയ്താണ് ആ എല്ല് വളരുന്നു, അതിനനുസരിച്ച് നമ്മളും ഗ്രോ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ഹൈറ്റ് ഉണ്ടാകുന്നത്. ഇനി ഹൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിൽ മാസ്റ്റുർബേഷനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ നോക്കാം. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് ജെനറ്റിക്സ് ആണ്. നമ്മുടെ ജീൻസ് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ അച്ഛനമ്മമാരുടെയൊക്കെ വരുന്ന ജീൻസുകൾ അത് നമ്മുടെ ഹൈറ്റിനെയൊക്കെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അച്ഛനമ്മമാർക്ക് നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളും നല്ല ഹൈറ്റ് ഉള്ളവരാവാനുള്ള സാധ്യത എന്തുകൊണ്ടും ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ അച്ഛനമ്മമാർക്ക് അത്ര ഹൈറ്റ് ഉണ്ടാവില്ല, അവരുടെ അച്ഛനമ്മമാർക്ക് ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ജീൻസ് ഇങ്ങനെ പാസ് ചെയ്ത് ചിലപ്പോൾ നമ്മളിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അത്തരത്തിലൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് ഹൈറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു 90% ആൾക്കാർ, 90% ആൾക്കാരുടെ ഹൈറ്റ് മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ് ജെനറ്റിക്സ് എന്നുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺസ് ആണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രോത്ത് ഹോർമോൺസ് അതാണ് നമ്മളെ വളർച്ചയെ നിയന്ത്രിക്കുന്ന, ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ തന്നെയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രൊഡക്ഷൻസ്, അതിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഹൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് കാര്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഹൈറ്റിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് ഹൈറ്റ് കുറവായിരിക്കും. സോ ഗ്രോത്ത് ഹോർമോണിനും ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. പിന്നെയുള്ളത് കാൽസ്യം എത്രമാത്രം നമ്മളെ ബ്ലഡിലുണ്ട്, ആവശ്യത്തിലുള്ള ആ എല്ലിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാൽസ്യം ഉണ്ടോ, അതിനനുസരിച്ചുള്ള ഭക്ഷണം നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടോ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വിറ്റാമിൻ ഡി അതെത്രമാത്രം ഉണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ളൊരു കാര്യം നമ്മുടെ സെക്സ് ഹോർമോൺസ് ആണ്. ഇപ്പം ബോയ്സിലാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോണും, ഗേൾസിലാണെന്നുണ്ടെങ്കിൽ ഈസ്ട്രജനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഹൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യത്തിൽ ഈ പറഞ്ഞ ഹോർമോൺസുകൾക്കും റോൾ ഉണ്ടെന്നുള്ളതാണ്. ഇതിൽ ഞാൻ മാസ്റ്റുർബേഷൻ എവിടെയും പറഞ്ഞില്ല. മാസ്റ്റുർബേഷന് കാര്യമായിട്ട് ഒരു റോൾ ഇത്തരത്തിലുള്ള ഒരു ഹൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഇല്ല എന്നുള്ളതാണ്. ഞാൻ ആ സുഹൃത്തിനോട് ഇപ്പോൾ ഹൈറ്റ് ഉണ്ടാവും, ഇപ്പോൾ മാസ്റ്റുർബേറ്റ് ചെയ്യുന്ന ഇല്ലെങ്കിൽ സ്പേം ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഹൈറ്റ് നല്ലോണം ഉണ്ടാവും എന്ന് പറഞ്ഞ പയ്യനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഇല്ലാത്തൊരു പേഴ്സൺ കുറേ മാസ്റ്റുർബേറ്റ് ചെയ്താൽ മതിയല്ലോ, ഹൈറ്റ് വയ്ക്കുമല്ലോ എന്ന് ഞാൻ തമാശ രൂപേണ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചുറ്റിലുമുള്ള ആൾക്കാരെ നിരീക്ഷിച്ചിട്ട് ഇതെല്ലാം ശരിയാണോ എന്ന് ആലോചിച്ചാൽ തന്നെ തീരുന്നത് മാത്രമേ ഉള്ളൂ. ഈ മിത്തുകളെല്ലാം നമുക്ക് നിസ്സാരമായിട്ട് പൊട്ടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഹൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹൈറ്റ് ഇല്ല, ഒരു കുട്ടിക്ക് കാര്യമായിട്ട് ഹൈറ്റ് ഇല്ല എങ്കിൽ, ഒരു നിശ്ചിത പ്രായത്തിൽ ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടുന്ന ആവശ്യകത ഉണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കാണുന്നത് നല്ലതായിരിക്കും. എപ്പോഴാണ് നമുക്കൊരു കുട്ടിക്ക് കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഇല്ല, ഹൈറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വയസ്സ് മുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4 വയസ്സിൽ ഏകദേശം 1 മീറ്റർ അല്ലെങ്കിൽ ഒരു 100 സെൻറ്റിമീറ്ററോളം ഒരു കുട്ടിക്ക് സാധാരണഗതിയിൽ നീളം വരണം. ഒരു ആവറേജ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു നീളം ഇല്ല എങ്കിൽ ആ ഒരു പ്രായത്തിൻ്റെതായ നീളം ആ കുട്ടിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാവും. സോ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഇല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൻ്റെതായ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം അവർ നോക്കുക. അതിന് ഗ്രോത്ത് ചാർട്ട് എന്ന് പറയും. നമ്മുടെ ഇന്ത്യക്കാരുടെ എല്ലാം ഒരു ഗ്രോത്ത് ചാർട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യമെല്ലാം തയ്യാറാക്കിയുള്ളത് അഗർവാൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അഗർവാൾ ചാർട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. സോ ഇതിൻ്റെ ഒരു ബേസിസിൽ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യും, ആ ഒരു പ്രായത്തിൻ്റെതായ ഗ്രോത്ത് അയാൾക്ക് ഉണ്ടോ എന്നുള്ളത്. രണ്ടാമത് നോക്കുന്ന ഒരു കാര്യം രക്ഷിതാക്കളുടെ ഹൈറ്റുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ഹൈറ്റ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഹൈറ്റ് തമ്മിൽ ആദ്യം കൂട്ടുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് 160 സെൻറ്റിമീറ്റർ ആണ്, ഇല്ലെങ്കിൽ 160 പ്ലസ് ഇനി പിന്നെ മറ്റൊരാൾക്കുള്ളത് 150 ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടുക, അതിന് 2 കൊണ്ട് ഹരിക്കുക. ഓക്കെ, ആ കിട്ടിയ വാല്യൂ രണ്ടും കൂടി കൂട്ടിയിട്ട് കിട്ടിയ വാല്യൂവിനെ 2 കൊണ്ട് ഹരിച്ചതിന് ശേഷം ഇനി ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ 6.5 അതിനോട് കൂട്ടുക. അതായിരിക്കും ഒരു കുട്ടിക്ക്, ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഹൈറ്റ് വരാൻ ഏകദേശം സാധ്യതയുള്ളത്. അതേപോലെ തന്നെ ഇനി പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ 6.5 കുറയ്ക്കുകയാണ് വേണ്ടത്.
അപ്പോൾ ഇങ്ങനെ മാതാപിതാക്കളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് ഹൈറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കും. പിന്നെ നോക്കുന്നൊരു കാര്യം ഗ്രോത്ത് വെലോസിറ്റിയാണ്. ഓരോ പ്രായത്തിലും ആ ഒരു കുട്ടിക്ക് വളർച്ച എത്രമാത്രം ശതമാനമാണ് ഗ്രോ ചെയ്ത് പോകുന്നത്. ഈ വർഷം ഇത്ര ഗ്രോ ചെയ്തു, അടുത്ത വർഷം ഇത്ര ഗ്രോ ചെയ്തു. അപ്പോൾ ഒരു ഗ്രോത്ത് വെലോസിറ്റി ഉണ്ട്. ചിലപ്പം ചില വർഷങ്ങളിൽ സ്പീഡപ്പായിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണും. അപ്പോൾ ആദ്യം കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഇല്ല എങ്കിൽ പോലും പിന്നീട് കാര്യമായിട്ടുള്ള ഹൈറ്റിലോട്ട്, ആവശ്യത്തിനുള്ള ഹൈറ്റിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു രീതി. ഇനി ഒരു വലിയൊരു ശതമാനം കുട്ടികളിലും, ഒരു 50% കുട്ടികളിലും 14 വയസ്സ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന ആ ഗ്രോത്ത് വെലോസിറ്റി കാര്യമായിട്ട് ഉണ്ടാകുന്നതാണ്. അതുവരെ ചിലപ്പം കാര്യമായിട്ടുള്ള ഹൈറ്റ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ 14 വയസ്സൊക്കെ ആകുമ്പോൾ ഗ്രോത്ത് വെലോസിറ്റി കാര്യമായിട്ട് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പെൺകുട്ടികളിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ മെൻസ്ട്രൽ സൈക്കിൾ ഏകദേശം ഈ ഒരു 13-14 വയസ്സിലൊക്കെയാണ് മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം കുറച്ച് ഭക്ഷണക്രമത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു 10 വയസ്സിൽ അല്ലെങ്കിൽ അതിലും താഴെ തന്നെ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എനിവേ അതെന്തോ ആയിക്കോട്ടെ, ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1 വർഷം മുമ്പ് കുട്ടിക്ക് കാര്യമായിട്ടുള്ള ഹൈറ്റ് വയ്ക്കുന്നത് പെൺകുട്ടികൾ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ആ മെൻസ്ട്രൽ സൈക്കിളൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ അത്ര കണ്ട് ഗ്രോത്ത് അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പെൺകുട്ടികളുടെ മാത്രം പ്രത്യേകതയാണ്. അത് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ഏത് വയസ്സ് വരെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഗ്രോത്ത് വരും എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടിയുടെ കേസിൽ ഒരു 20 വയസ്സ് വരെയൊക്കെയാണ് കാര്യമായിട്ട് ഹൈറ്റ് വഹിക്കുന്നത്. അതിനപ്പുറത്തോട്ട് ഹൈറ്റ് വയ്ക്കാനുള്ള സാധ്യത സാധാരണഗതിയിലില്ല. അതെന്തുകൊണ്ടെന്ന് പറയാം. ഇനി പെൺകുട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 18 വയസ്സ് വരെയൊക്കെയാണ് കാര്യമായിട്ട് ഹൈറ്റ് വഹിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഹൈറ്റ് കാര്യമായിട്ട് വഹിക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു എങ്ങനെയാണ് ഹൈറ്റ് ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലിലുള്ള ആ ഒരു ഗ്രോത്ത് പ്ലേറ്റ്, അവിടെയുള്ള സെൽ മൾട്ടിപ്ലൈ ചെയ്ത് ഗ്രോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈറ്റ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ ഒരു ഗ്രോത്ത് പ്ലേറ്റ് ഫ്യൂസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ എപ്പിഫൈസൽ ക്ലോഷർ എന്ന് പറയും. സോ ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ആ ഗ്രോത്ത് പ്ലേറ്റ് അപ്രത്യക്ഷമാവുന്നു, അവിടെ നല്ല കട്ടിയുള്ള ബോണായി മാറുന്നു, ഒരു പെർമനൻറ്റ് ബോണായി മാറുകയാണ്. പിന്നീട് ഗ്രോത്ത് ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് പിന്നീട് ഹൈറ്റ് വഹിക്കുന്നില്ല എന്ന് പറയാൻ കാരണം. നിങ്ങളിപ്പോൾ ഇനി ഹൈറ്റ് വഹിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് എക്സസൈസുകൾ, ഇപ്പോൾ സ്വിമ്മിങ് ചെയ്താൽ മതി, പുഷപ്പ് ചെയ്താൽ മതി, പുള്ളപ്പ് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിങ്, സ്കിപ്പിങ്, അതുപോലെ തന്നെ ഈ പുള്ളപ്പൊക്കെ നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ ഹൈറ്റിനെയും കാര്യങ്ങൾ, നമ്മുടെ ശരീരമൊക്കെ സ്ട്രോങ് ആവാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, തീർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഹോർമോൺസിൻ്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ ജനറ്റിക്കലായിട്ടുള്ള കാര്യം കൊണ്ടൊക്കെ ഹൈറ്റ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുമ്മാ പുള്ളപ്പൊക്കെ എടുത്തതിനെ കൊണ്ട് ഹൈറ്റ് ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾക്കൊന്ന് മറ്റൊരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മുടെ ശരീരം മെച്ചപ്പെടാനും ഹൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാത്ത പക്ഷം ഈ ഹോർമോണിൻ്റെ പ്രശ്നമുണ്ട് എങ്കിൽ അത് മാറ്റാതെ നമുക്ക് ഒരിക്കലും ഹൈറ്റ് വയ്ക്കില്ല. ഇപ്പോൾ ഒരു ചെടി കാര്യമായിട്ട് ഗ്രോ ചെയ്യുന്നില്ല, അതിന് ഫലങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ചിലപ്പോൾ വളം ഇടാത്തതുകൊണ്ടായിരിക്കും. വളം ഇടാതെ കാര്യമില്ലല്ലോ, ചുമ്മാ നമ്മൾ വെള്ളം നനച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് കാര്യം. എന്താണ് അതിന് വേണ്ടത്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം എന്താണ് പ്രശ്നം എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. 4 വയസ്സാകുമ്പോൾ തന്നെ കുട്ടിക്ക് ആവശ്യമായുള്ള നീളമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് ഡോക്ടറെ കണ്ടിട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റും. ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റും. ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഗ്രോത്ത് ഹോർമോൺ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഹൈറ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ജനറ്റിക്കലായിട്ടുള്ള ഒരു ഹൈറ്റ് ഇല്ലായ്മയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഇഞ്ചക്ഷൻസ് കാര്യങ്ങളിലൂടെ, ഈ ഗ്രോത്ത് ഹോർമോൺസ് ഇഞ്ചക്ഷനിലൂടെ ചെറിയ ഒരു പരിധി വരെയെങ്കിലും ചെറിയ രീതിയിൽ ഹൈറ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏകദേശം കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പലരും പലതരത്തിൽ ഇപ്പോൾ എല്ലാം മാസ്റ്റർബേഷൻ്റെ തലയിൽ കൊണ്ടിടുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട്, അതെല്ലാം മാസ്റ്റർബേഷൻ കൊണ്ടാണ് എന്നുള്ള ഒരു മണ്ടൻ ചിന്താഗതി ആൾക്കാരിലുണ്ട്. കാരണം അതുപോലെ ഊതിവീർപ്പിക്കുന്ന ഒരുപാട് മിത്തുകൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ആഞ്ഞു കുത്താൻ ശ്രമിക്കുക, നിസ്സാരമായിട്ട് പൊട്ടുന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. സോ ഹൈറ്റ് എന്തൊക്കെ ഘടകങ്ങളാണ് ഹൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടു. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ നിങ്ങളുടെ വയസ്സ് ഇപ്പോൾ 20 കഴിഞ്ഞു പോയിട്ടുണ്ട്, ഹൈറ്റ് കുറവായിരിക്കും. അപ്പം ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഇനി കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഹൈറ്റ് ഇല്ല. അപ്പം ആ ഒരു പെൺകുട്ടി ഇനി ഒരു ഹൈറ്റ് ഇല്ലാത്തൊരു ആൺകുട്ടിയെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും അതേപോലെ തന്നെ ഒരു ഹൈറ്റ് കുറഞ്ഞൊരു കുട്ടി ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയാണ് ഉണ്ടാകുന്നത്. നേരെ വെച്ച് നല്ല ഹൈറ്റിലൊരു ആൺകുട്ടിയാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു രക്ഷിതാക്കളുടെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഹൈറ്റിൻ്റെ ഒരു അനുവാദം, അതിനനുസരിച്ച് കുട്ടിക്ക് വരുന്ന ഹൈറ്റ്. സോ കുട്ടിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2 പേർക്ക് ഹൈറ്റിലായെങ്കിൽ ഹൈറ്റ് കുറഞ്ഞതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഹൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളിൽ ഇത്തരത്തിൽ തന്നെ ഹൈറ്റ് കുറവുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഒരു നിശ്ചിത വയസ്സിൽ തന്നെ കാണിക്കാൻ ശ്രമിക്കുക. അതിലൂടെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ എന്നുള്ളതാണ്.
അല്ലാതെ ചുമ്മാ പുള്ളപ്പ് കാര്യങ്ങൾ ചുമ്മാ എടുത്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്. കമൻറ്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു അറിവ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഫോളോ ചെയ്യാം. അതുപോലെ ഫേസ്ബുക്കും എല്ലാത്തിനും ഒന്ന് ഫോളോ ചെയ്തേക്കാം. എല്ലായിടത്തും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിതിൻരാജ് എന്ന് തന്നെയാണ് എല്ലായിടത്തെയും ഐ ഡി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി അടിപൊളി വീഡിയോസുകൾ ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻരാജ്. ടാറ്റ.